കിട്ടിയോ? കിട്ടി, നല്ലൊരു കിട്ടി. കുറെ നാൾക്ക് ശേഷം മലയാളത്തിലൊരു ഇന്റർവ്യൂ അല്ലേ? ഞാനൊരു തമാശ പറഞ്ഞാണ്. ഓ, വിളിച്ചു വരുത്തി കളിയാക്കിയതാ അല്ലേ? അതെ. മിസ് ചെയ്തിരുന്നോ മലയാളം ഇന്റർവ്യൂസ് ഒക്കെ? പറയൂ പറയൂ. മിസ് ചെയ്തിരുന്നോ ചോദിച്ചാ മലയാള സിനിമ ഒരുപാട് മിസ് ചെയ്തിരുന്നു. ഒരു മലയാളി ആയിട്ടുള്ള ഒരു നടിക്ക് കിട്ടാവുന്നതിൽ ലൈക് ദ ബെസ്റ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അതെ, എന്താ പെട്ടെന്നൊരു സംശയം? സംശയമൊന്നുമില്ല. ഞാൻ വളരെ യങ് ആയിരുന്നപ്പോഴാണ് സിനിമയിലേക്ക് വന്നത്. ഇതിനെ കുട്ടിന്റെ ഒരു ഭാഗ്യ. ഞാൻ അങ്ങനെ തന്നെയാ കരുതുന്നത്. അപ്പോ ആ ഒരു ഫെയിം ലൈഫിൽ കൂടുന്നതനുസരിച്ചിട്ട് നിങ്ങൾ സംസാരിച്ച് വന്നപ്പോഴേ ഏകദേശ രൂപം കിട്ടി. കാര്യം എന്താ വെച്ചാ പെട്ടെന്ന് പറഞ്ഞോളി. അയ്യേ, പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം മുതലേ ഉള്ള ശീലമാ. ആളുകളായിട്ടുള്ള റിലേഷൻഷിപ്സ്, അതിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടോ? ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈല് വേണം. അതല്ലാതെ ഇങ്ങനെ തേരാപ്പാറ നടക്കുന്നുണ്ട് യാതൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. എന്റെ പിറന്നാളിന്റെ അന്ന് എന്റെ ഒരു ഫാൻ പേജിലത്തെ ആൾക്കാര് അന്നദാനം ചെയ്യുന്നു. വെറുതെ അല്ലേ ചോദിച്ചോക്ക്. ഇങ്ങനത്തെ ഫാൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടുള്ള ഞെട്ടിപ്പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടം പോലെ. പക്ഷെ ആരോടും പറയരുത്. ആരോടും പറയില്ല. ചില ആൾക്കാർ ഈ പച്ച കുത്തിയൊക്കെ നടക്കണ കണ്ടിട്ടുണ്ട് എന്റെ പേര്. അതിനെന്താ ഇത്ര സന്തോഷം? മനുഷ്യനെ സന്തോഷിക്കാൻ ഓരോ കാരണങ്ങള്, ദുഃഖിക്കാനും ഓരോ കാരണങ്ങള്. എന്താ? ഒന്നുമില്ല. You have to pay the price, no? If you get all of this, there'll be a price that you will have to pay. എന്താ പറഞ്ഞേ? പിന്നെ അതേപോലെ തന്നെ നമ്മൾ പോകുന്ന സമയത്ത് വണ്ടിയിൽ ഇങ്ങനെ പാഞ്ഞു വന്ന് ചേസ് യു, ഞാൻ അവരുടെ അടുത്ത് കാല് പിടിച്ച് പറയും, just plead them, please stop, don't do it. ഓ, എനിക്കിത് ആലോചിക്കാൻ കൂടി വയ്യ. നിങ്ങൾ വേണ്ടാത്തൊന്നും ആലോചിക്കണ്ട. നീ ഇപ്പൊ എന്തൊരു വഴി? ഒരു വഴിയുണ്ട്. എന്താ? നമ്മുടെ വീടിന്റെ മുമ്പ് കൂട്ടർ വഴിയില്ലേ? നിന്റെ പെട്ടിയും കിടക്കെ കൂടെ ആ വഴിക്ക് പോയിക്കോ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.